ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കൊന്നവൻ അറിയില്ല എന്തിനു വേണ്ടിയാണ് കൊന്നതെന്ന്, കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വാക്കുകൾ പുതിയ കാലത്തിന്റെ കവി കടമെടുത്ത് പറയുന്നുണ്ട്. കൊന്നതാരെന്നറിയില്ല, കൊല്ലപ്പെട്ടതാരെന്നറിയില്ല, പക്ഷേ ഒന്നെനിക്കറിയാം, കൊല്ലപ്പെട്ടതെല്ലാം മനുഷ്യരായിരുന്നു എന്ന്. മനുഷ്യനായിരുന്നു, സ്വപ്നങ്ങളുള്ള മനുഷ്യൻ, ആഗ്രഹമുള്ള മനുഷ്യൻ, ശലഭങ്ങളോട് കളിച്ചു നടന്ന കൊച്ചുകുട്ടികൾ, മനീബായുടെ ചെറിയ കവറുകളിൽ അവരെ കൊണ്ടുപോയി കബറടക്കം ചെയ്യപ്പെടുമ്പോ ആ അതിർത്തിയുടെ മറുഭാഗത്ത് വെള്ളം ചോദിച്ചതിന്റെ പേരിൽ കയ്യിറക്കപ്പെട്ടവർ, ഒരു റൊട്ടി കഷണത്തിന് വേണ്ടി ജീവിതം നഷ്ടപ്പെട്ടു പോയവർ, തകർന്നു പോയ പിതാവിന്റെ മയ്യത്തിൽ കൊട്ടിപ്പിടിച്ചു പറയുന്ന കൊച്ചു കുഞ്ഞുകൾ, യാതൊരു തെറ്റുമറിയാതെ വിധവകളായവർ, അനാഥകളായവർ, നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ 10,000 ഗസയുടെ, റഫയുടെ, കാൻയൂനിസിന്റെ ചുമരുകൾക്കപ്പുറൽ കിടന്ന് നിലവിളിക്കുമ്പോൾ, ആകാശത്തിലൂടെ തീപന്നങ്ങൾ കുതിഞ്ഞു പായുമ്പോൾ, യഥാർത്ഥത്തിൽ എല്ലാത്തിനും അപ്പുറം ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. അത് സാമ്രാജ്യത്തിന്റെ അജണ്ട മാത്രമല്ല, കച്ചവടത്തിന്റെ കണ്ണുകൾ കൂടിയാണ്. ഒരു പരമാധികാരരാട്ടത്തിന്റെ പരമാധികാരിയെ പാതിരാത്രിയിൽ പടക്കോപ്പുകൾ മുഴുവനും കൂട്ടി 155 അംഗരക്ഷകളുടെ ഇടനെഞ്ചുകളിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറി വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദിയൂറയെ കയ്യാമം വെച്ച് തന്റെ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കൂട്ടുമ്പോ എണ്ണ വിപണിയുടെ 35% കൈക്കലാവുകയായിരുന്നു. ഇനി ബാക്കിയുള്ള ശതമാനവും കൂടി കൈക്കലാക്കാൻ ആഗോള വിപണിയിൽ മാത്സര്യ കച്ചവടത്തിന്റെ ഒളിയ ജണ്ടകൾ നടത്തുന്ന ഈ യുദ്ധഭീതികളുടെ മുകളിൽ, ഞാനിത് പറയാൻ കാരണം ഇന്നത്തെയും വാർത്ത ഉടനെയൊന്നും നിർത്താൻ സാധ്യതയില്ലെന്നാണ്. കരയുദ്ധത്തിലോട്ട് കിടക്കുകയാണ്. ആ സമയത്തും നാടിന്റെ നാനാഭാഗത്തും മറുഭാഗത്തും ആയിരക്കണക്കിന് നിരപരാധികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സഹായിക്കാനും ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോ സമാനതയുള്ള ആശങ്കകളുമായി തന്റെ മുമ്പിലെത്തിയ അനുയായികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളുടെ ത്യാഗത്തിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹി, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. കിഴക്കിന്റെ നഭസ്ഥലിയിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ദിനരാത്രങ്ങളെ രാപകലിടക വ്യതിയാനങ്ങളെ വ്യത്യാസമില്ലാതെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഖാലിഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടികൻ, മാലിക്കുൽ മുലൂക്, രാജാക്കന്മാരുടെ മുഴുവനും രാജാവായ എന്നെയും നിന്നെയും ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ലയുത്തിമന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്. വല്ലാഹി, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലയുത്തിമന്നല്ലാഹു ഹാദൽ അംറ, ഈ കാര്യത്തെ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ദാറുന്നദവയുടെ ഉള്ളിൽ നിന്ന് രഹസ്യമായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചു മന്ത്രം ചെയ്ത ഈ വിശുദ്ധമായ ഇസ്ലാം അതങ്ങനെ ശുഅബ് അബൂ താലിബിന്റെ മലഞ്ചെരിവുകളിൽ പട്ടിണി കിടന്ന്, ഖൈബറുകളിൽ രക്തം ചിന്തി, ഹുനൈനുകളിൽ പോരാടി, അഹ്സാബുകളുടെ സഖ്യകക്ഷികളുടെ മുഴുവനും ആക്രമണങ്ങളെ അതിജീവിച്ച് നൂറ്റാണ്ടുകളോളം കടന്നു വന്ന ഈ ദീൻ, പരിശുദ്ധമായ ദീൻ, അല്ലാഹുവിന്റെ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏകത്വത്തിന്റെ ഈ ദീനിനെ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ഹിബ അലാ ഗനമിഹി. ഇറാഖിന്റെ നഗരമായ സൻആ മുതൽ ഹദറമൗത്ത് വരെ പാതിരാ സമയത്തൊരു പെൺകുട്ടി ഒരാളെയും പേടിക്കാതെ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം വരുന്നത് വരെ അല്ലാഹു ഈ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി ദീനി ലോകത്ത് പുലരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഒരു സ്ത്രീക്കൊരു പെണ്ണിന് പാതിരാ സമയത്ത് ഒരാളെയും പേടിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക. ഒരു സിവിലൈസേഷൻ ആകുന്നത് സ്ത്രീ ആദരിക്കപ്പെടുമ്പോഴാണെന്ന് യുദ്ധകാലത്തിന്റെ കാലുഷ്യങ്ങളുടെ നടുവിൽ പറയാൻ കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. എത്ര മനോഹരമാണ് അവർക്ക്. നട്ടുച്ച നേരത്ത്
പുറകെ നടന്ന് ശല്യം ചെയ്തവനെ മലയാളി വെടിവെച്ചു കൊന്നു എന്ന വാർത്തയുടെ നടുവിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ സാമൂഹ്യ രംഗത്ത് നാം മനസ്സിലാക്കുന്നതെങ്കിൽ ഒരു സ്ത്രീ ആദരിക്കപ്പെടുന്നത് വരെ ഈ ദീനിനെ അല്ലാഹു നിലനിർത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കരുത്, അക്ഷമരാവരുത്. നാളെ തന്നെ ഇസ്ലാം ഈ ലോകത്ത് ബുദ്ധീകരിക്കപ്പെടണമെന്ന ഒരു അക്ഷമ നിങ്ങളുടെ ജീവിതത്തെ വൈകാരികമായി നിങ്ങൾ പ്രതികരിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരികയാണ്, ജീവിതത്തിലുടനീളം 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ ജീവിതം പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളെ താണ്ടി മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. വിശ്വാസി എന്ന രീതിയിൽ നാം ആദ്യം ഉണ്ടാകേണ്ട ഒന്ന്, സാധാരണ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നാം, എന്തിനു വേണ്ടി ഇസ്ലാമിനെതിരെ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്നു, മുസ്ലിമീങ്ങൾക്ക് മാത്രം എതിരെ എന്ത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, പരീക്ഷണം എന്നത് വിശ്വാസികളുടെ മാത്രം പ്രത്യേകതയാണ്. വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചോളം പരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമില്ല, ദുഃഖങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് പ്രയാസം, എന്ത് ദുഃഖങ്ങൾ. എല്ലാത്തിനും അപ്പുറം ഈ പരീക്ഷണങ്ങൾക്കപ്പുറം അല്ലാഹു വെച്ചിരിക്കുന്ന വലിയൊരു പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവർ, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാതിരിക്കുന്നതെല്ലാം സ്വർഗത്തിൽ കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെയാണ് പരീക്ഷണങ്ങളുടെ മുകളിലൂടെ നടന്നു പോകേണ്ടത്. ആ പരീക്ഷണങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ആഗോള സാഹചര്യങ്ങളിൽ, സാമ്പത്തിക രംഗങ്ങളിൽ, സാമൂഹിക രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, കച്ചവടങ്ങളിൽ, വ്യവഹാരങ്ങളിൽ എന്നുവേണ്ട ജീവിതത്തിന്റെ നിഖിലമായ മേഖലകളിലും പരീക്ഷണങ്ങളുടെ മുകളിലൂടെ അല്ലാതെ നടന്നു പോകാൻ കഴിയില്ല എന്നത് അല്ലാഹു നമ്മളോട് എല്ലാവരോടും പറയുന്ന ഒരു ചോദ്യമാണ്. എവിടെയാണ് നിങ്ങളുടെ സ്വർഗം എത്തി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, പരീക്ഷണങ്ങളില്ലാതെ എന്ത് ജീവിതമാണ്? खुशी जिंदगी की महलों में हमें सो नहीं सकता, जिंदगी की नुकेली पत्थर की रास्ते पर चलना चाहिए. ജീവിതം എന്ന് പറഞ്ഞാൽ ഖുശി ജിന്ദഗി की महलों में हमें सो नहीं सकता. ഈ മനോഹരമായ പട്ടുമെത്ത വിരിച്ച ഒരു ശീതീകരിച്ച റൂമിൽ സുഖമായി കിടന്നുറങ്ങാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇല്ല, നിങ്ങളുടെ ചിന്തകൾ വ്യർത്ഥമാണ്. जिंदगी की नुकेली पत्थर की रास्ते पर चलना चाहिए. ജീവിതം എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ, കല്ലിനും മുള്ളിനും മുകളിലൂടെ ചവിട്ടി ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ഒരു തീർത്ഥയാത്രയുടെ പേരെയാണ് ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുകളിലൊക്കെ ഈ പ്രയാസങ്ങളിലെല്ലാം ഉണ്ടാവാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ. എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ ഈ പരീക്ഷണങ്ങളെ തരുന്നത്? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടം നിങ്ങളുടെ മേൽ വെറുതെ തുറക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതുകയാണോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. എത്ര മനോഹരമായിട്ടാണ് ചോദ്യം. പല അയിനുണ്ടകത്ത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയം ഇതേവരെ ചിന്തിച്ചിട്ടില്ലാത്ത, ഒരാൾക്കും ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചത് ഇവിടെയും സുഖിച്ച് ജീവിച്ചിട്ട് അവിടെയും പോയി സുഖത്തോടെ ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുകയാണോ? ഇല്ല. നിങ്ങളിൽ ആരാണ് ഈ പരീക്ഷണങ്ങളെ ക്ഷമയോടെ മറികടക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ഈ പരീക്ഷണങ്ങളെ തരുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ആ പരീക്ഷണങ്ങൾ ഏതുമാകട്ടെ, ആന്തരികമാകട്ടെ, ബാഹ്യമാകട്ടെ, ആഗോളമാകട്ടെ, ഏതുമാകട്ടെ, ആ പരീക്ഷണങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് കഴിയണം. പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് അതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ
പറയുന്നത് നാനാഭാഗത്തും കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കാൻ പാടില്ല. ഇസ്ലാം തകരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇതിൽ നിന്ന് മാറി അടുത്തടുത്തേക്ക് പോവുകയാണെന്നല്ല. ചരിത്രത്തിന്റെ ഇന്നലകൾ നിങ്ങളോട് പറയുന്ന മനോഹരമായ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? 4 ഭാഗത്തുനിന്ന് ശത്രുക്കൾ. ഇത് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും. സൂറത്തുൽ അഹ്സാബ്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ തന്നെ സഖ്യകക്ഷികൾ എന്നാണ്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാവരുമുണ്ട്. നാനാഭാഗത്തുനിന്ന് ശത്രുക്കൾ വന്ന് നിൽക്കുമ്പോൾ ഇത് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും. ഇത് ജാഊകും മിൻ ഫൗകികും, അങ്ങയുടെ മുകളിലൂടെ എതിരാളികൾ ആക്രമിച്ചില്ലേ നാവികസേന. വമിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും, താഴ്ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായില്ലേ? കരയുദ്ധം തുടങ്ങാൻ പോവുകയാണ്. മുകളിൽ നിന്നും താഴയിൽ നിന്നും 4 ഭാഗത്തുനിന്ന് സഖ്യകക്ഷികൾ അങ്ങേ ആക്രമിച്ചില്ല നബിയെ. ആ സമയത്ത് അങ്ങേ ആരാണ് രക്ഷപ്പെടുത്തിയത്? സായുധ സൈനിക സാമഗ്ര സന്നാഹങ്ങളിൽ ഏറ്റവും വലിയ പേർഷ്യയും റോമയും നിൽക്കുന്ന കാലത്ത് അങ്കുലി പരിമിതരായ ഒരു സഹാബത്തിനെ തകർക്കാൻ വരുമ്പോ 7 മുഴം നീളവും 10 മുഴം വീതിയുമുള്ള ഒരു കിടങ്ങ് കുഴിച്ചിട്ട് അങ്ങക്ക് സംരക്ഷണം ഒരുക്കിയവനാണ് ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ഏതുവരെ ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് നശിപ്പിക്കപ്പെടുമെന്ന് എല്ലാവരും പേടിച്ചു പോയില്ല നബിയെ. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. ആ ഒരു സമയത്തിന്റെ പിക്ചറൈസേഷൻ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഹുനാലിക അബ്തുലിയൽ മുഅ്മിനൂൻ. ആ സമയത്ത് മുഅ്മിനീങ്ങൾ തീഷ്ണമായി പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ശദീദ, ഹൃദയം കിടുങ്ങി, കാലുകൾ പതറി, ഞരമ്പുകൾ ത്രസിച്ചു, നെറ്റിത്തടത്തിൽ വിയർപ്പ് വന്നു. നാനാഭാഗത്തുനിന്ന് ശത്രുക്കൾ അങ്ങേ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്ന നേരം മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ആ ചെറിയ കിടങ്ങിന്റെ അറുഭാഗത്ത് വലിയൊരു സൈനിക വ്യൂഹം നിൽക്കുകയാണ്. ആ സമയത്താണ് അനുയായികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്: നബിയെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വയറ്റിൽ കല്ല് കെട്ടിയിട്ട് അവിടെ കാണുന്ന ഒരു പാറക്കെട്ട് പൊട്ടിക്കാൻ പോകുമ്പോൾ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഒരു ജുമാ പ്രസംഗത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ഫഅഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-മിഅ്വല, ഹബീബായ നബി തങ്ങൾ ആ ആയുധം എടുത്തു, പാറക്കല്ലിൽ വെട്ടി. ഇരുമ്പ് പോയി പാറയിൽ സ്പർശിച്ചപ്പോൾ അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ്റിൽ കല്ല് കെട്ടിവെച്ച് നിൽക്കുന്ന തന്നെ അനുയായികളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചോദ്യമുണ്ട്: ഈ അഗ്നിസ്ഫുലിംഗങ്ങൾ എന്തെന്നറിയോ? ഇല്ല നബിയെ, അതാ കുനൂസ് കിസ്റ, ഇത് കിസ്റയുടെ ഖജനാവാണ്. രണ്ടാമതും വെട്ടി. രണ്ടാമത് പറഞ്ഞു, ഇത് പേർഷ്യയുടെ ഖജനാവാണ്. അവർ അത്ഭുതപ്പെട്ടു പോയി. രാപ്രിയരുടെ കഥകളിലോ സഞ്ചാര കഥകളിലോ മാത്രം കേട്ട സാമ്രാജ്യത്തിന്റെ കൊട്ടാരം, സഹാബ, ഒരു കാലത്ത് പേർഷ്യയുടെ കൊട്ടാരം നിങ്ങളുടെ കൈകളിൽ വരുന്ന ഒരു കാലം വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സന്തോഷ വർത്തമാനം പറയുകയാണ്. സന്തോഷ വർത്തമാനം. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ നിൽക്കുന്ന നേരത്ത് പേർഷ്യയുടെ ഖജനാവ് ചൂണ്ടിക്കാണിച്ചിട്ട് പ്രതീക്ഷയോടെ ജീവിക്കാൻ പറഞ്ഞ പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് സഹോദരങ്ങളെ നിരാശ? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇസ്ലാം തകരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? ഇസ്ലാം സിദ്ധാ ഹോഗാ. ഓരോ കർബല കഴിഞ്ഞിട്ടും ഇസ്ലാം ലോകത്ത് വിജയിച്ചതേയുള്ളൂ. അവസാനം വയറ്റിൽ കല്ല് കെട്ടിവെച്ചു. എന്തിനാ കല്ല് കെട്ടിവെച്ചത്? നമ്മൾ പറയുന്നത് വലിയ ത്യാഗത്തിന്റെ കഥയാണ് ഖന്തക്കിൽ കല്ല് കെട്ടിവെച്ചതെന്ന്. ആർക്കെങ്കിലും വല്ലാതെ വിശപ്പ് വരുമ്പോൾ വയറ്റിൽ കല്ല് കെട്ടിവെച്ചാൽ വിശപ്പ് മാറും? ഇല്ല. എന്തിനാണ് കല്ല് കെട്ടിയത്? വയറ് നന്നായി വിശന്ന് വയറൊട്ടിയാൽ നടുകുനിയും. മറുഭാഗത്തിരുന്ന ശത്രുക്കൾ നോക്കുമ്പോൾ മുതുക് കുനിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുന്നു എന്നാണ്. ശത്രുക്കൾ നോക്കുമ്പോൾ മുതുക് വളഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ് തന്റെ ഈ വയറ്റിൽ കല്ല് കെട്ടിവെച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളെ മുഴുവനും സുസ്മേരവദനരായി പ്രതീക്ഷയോടുകൂടി നേരിടാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഏതുമാകട്ടെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്: ലോകത്ത് എന്നെ പരീക്ഷിക്കപ്പെട്ടതുപോലെ ലോകത്ത് ഒരാളെയും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആ ജീവിതത്തെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആഗോളമായ പരീക്ഷണത്തെ കുറിച്ച് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ഈ പ്രഥമ ജുമയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മ
ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഇതുപോലെ പരീക്ഷിക്കപ്പെട്ടത്? ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടു. ജനിച്ച ഉടനെ മാതാവിനെ കബറടക്കി. അത് കഴിഞ്ഞ് ആശ്വാസമായിരുന്ന പിതാമഹൻ രണ്ടുപേരും മരണപ്പെട്ടു. അവസാനം അനാഥനായി അബൂ താലിബിന്റെ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴെ ആടിനെ മേച്ചിട്ട് ജീവിതത്തിന്റെ വക കൊണ്ടിരുന്ന അനാഥബാലന് ജീവിതത്തിൽ ആശ്വാസമായ ഒരു പ്രിയപ്പെട്ടവളെത്തി ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലാ സങ്കടങ്ങളും അവസാനിച്ചെന്ന് കരുതി സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുമ്പോ ആ സമയത്താണ് ഖദീജയും ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ട ഭാര്യയെ കബറടക്കി. അതിനുശേഷം മക്കയിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. 13 വർഷം അന്യദേശത്ത് പോയി ആരാരുമില്ലാതെ പരീക്ഷണങ്ങളിലൂടെ നടന്നു. തിരിച്ചു മക്കയിൽ വന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹു നൽകിയ മുഴുവൻ ആൺമക്കളും ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ കൺമുന്നിൽ മരണപ്പെട്ടുപോയി. തന്റെ ആൺമക്കളെ മുഴുവനും കബറടക്കിയ ഒരു പിതാവിന്റെ പേരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മകൾ സൈനബ് വിട പറഞ്ഞുപോയി. പ്രിയപ്പെട്ട മകൾ മരണപ്പെട്ടു പോയി. ജീവിതത്തിൽ ഒരു ചെറിയ നിരാശ വരുമ്പോ ഏതോ ഒരു സംഗീതജ്ഞന്റെ മ്യൂസിക് കേൾക്കാൻ പോയ വഴിയിൽ മകൻ മരണപ്പെട്ടു പോയപ്പോ മകന്റെ മൃതദേഹം മുമ്പിലെത്തുന്നതിന് മുമ്പേ ആത്മഹത്യ ചെയ്ത അച്ഛന്റെയും അമ്മയുടെയും കഥനത്തിന്റെ കഥ ഇന്നലകളിൽ കേട്ടിട്ടുണ്ട്. എന്തിനാണ് കാലുകൾ പതറുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു തആല ഒരു കുഞ്ഞുമോളുണ്ടായിരുന്നു. രോഗത്തിന്റെ വല്ലാത്ത അവസ്ഥയിൽ അവർ പെടഞ്ഞുപോയി. ആ കുഞ്ഞു മരണത്തോടെടുക്കുമ്പോ പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ ഉപ്പയോടൊന്ന് വരാൻ പറ. സഹാബത്ത് മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുമായി ചർച്ചയിലാണ്. നബിയെ മോള് വിളിക്കുന്നുണ്ട്, വരാൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളോട് പറ ഞാൻ ഒരല്പം തിരക്കിലാണ്, അവളോട് ഒരല്പനേരം അവിടെ ക്ഷമിച്ചിരിക്കാൻ പറയും. സഹാബത്ത് പോയി പറയുമ്പോ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കിടന്ന് കുഞ്ഞുമോൾ ഇങ്ങനെ മരണത്തിന്റെ വെപ്രാളത്തിൽ പടക്കുമ്പോ വല്ലാഹി ലയതിയന്നൽ ആൻ, എന്റെ ഉപ്പ വന്നേ മതിയാവൂ, ഇപ്പോൾ വരാൻ പറയണം, വല്ലാഹി വന്നേ മതിയാവൂ. ഒരു മകള് പതറിപ്പോകുമ്പോൾ സാന്ത്വനം ഉപ്പയാണ്. സഹാബത്ത് പോയി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ അവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരിക്കൽ കൂടി പറഞ്ഞു, പ്രിയപ്പെട്ട സൈനബിനോട് പറ ക്ഷമിക്കാൻ പറ, പിടിച്ചു നിൽക്കാൻ അവളുടെ ഉപ്പ പറഞ്ഞു എന്ന് പറയുന്ന മോളോട്. സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ പെണ്ണുമോൾ എന്റെ കൈത്തണ്ടയിൽ കിടന്ന് പെടയാണ്, എന്റെ ഉപ്പയോട് വരാൻ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രണ്ടാമത് വിവരം വന്നപ്പോ കൂടെ നിന്ന ആളുകളോട് യാത്ര പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് മദീനത്തു പള്ളിയിൽ നിന്ന് ഓടി. പ്രിയപ്പെട്ട മോളുടെ കൊച്ചുകുടിലോട്ട് കയറുമ്പോൾ കൈത്തണ്ടയിൽ കിടന്ന കുഞ്ഞുമോൾ ഹബീബിന്റെ പേരക്കുട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈനബേ കുഞ്ഞിനെ ഇങ്ങോട്ട് തരൂ. സൈനബ് റളിയല്ലാഹു തആല കുഞ്ഞിനെ കയ്യിലേക്ക് കൊടുത്തു. ഹബീബിന്റെ കയ്യിൽ കിടന്ന് ആ കുഞ്ഞ് അവസാനത്തെ പടച്ചില് പടഞ്ഞു. പ്രിയപ്പെട്ട ഹബീബിന്റെ കയ്യിൽ കിടന്ന കുഞ്ഞുമോൾ അവസാനത്തെ പടച്ചില് പടഞ്ഞു. ആ പ്രിയപ്പെട്ട പേരക്കുട്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കിടന്ന് വിട പറഞ്ഞു. ഏത് കൈയാണ്? ഏത് കൈയാണ്? കൈ. ആ കൈവിരലിലൂടെയാണ് എല്ലാ പ്രാവശ്യവും വെള്ളിയാഴ്ച ഖത്തീബ് ഖുത്ബ ഓതുമ്പോൾ രണ്ടാമതൊരു ഖുത്ബ ഉണ്ടല്ലോ, اللهم صل على سيدنا محمد الذي سبح بيده الحصى ونبأ من بين أصابع الرمال. ആ പ്രവാചകന്റെ വിരലുകൾക്കിടയിലൂടെ മരുഭൂമിയിൽ ജലസരിത്തുകൾ നിർഗളിച്ചിട്ടുണ്ട്. ആ കൈകൾ ചൂണ്ടിയപ്പോൾ ചന്ദ്രകോളം വിട്ട പൊട്ടിപ്പിളർന്നിട്ടുണ്ട്. ആ കയ്യിൽ പിടിച്ചപ്പോൾ രാത്രിയിൽ അത് വൈദ്യുതി വിളക്ക് പോലെ പ്രകാശിച്ചിട്ടുണ്ട്. പക്ഷെ ആ മാന്ത്രികമായ റിസാലത്തിന്റെ വിരലുകൾക്ക് ജീവിതത്തിന്റെ പരീക്ഷണത്തെ തടയാൻ കഴിഞ്ഞില്ല. കാരണം അല്ലാഹു അങ്ങനെയാണ്. കയ്യിൽ കിടന്ന കുഞ്ഞവസാനത്തെ പടച്ചല് പടഞ്ഞ് മരിക്കുമ്പോ പ്രിയപ്പെട്ട മോൾ സൈനബ് പറയുന്നുണ്ട്, ഹബീബേ എന്റെ കുഞ്ഞുമോൾ പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈനബേ ക്ഷമിക്കേ, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അതാ
വലികുല്ലി ഷൈഇൻ അജലുൻ മുസമ്മാ. പൊന്നുമോളോട് പറഞ്ഞതാണ്, മോളെ ഇന്നലില്ലാഹി മാ അഖദ, ഇത് തന്നത് റബ്ബാണ്. വലഹു മാ അത, തിരിച്ചെടുക്കാനുള്ള എല്ലാ അധികാരവും അവനാണ്. വലികുല്ലി ഷൈഇൻ അജലുൻ മുസമ്മാ, എല്ലാത്തിനും അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് മോളെ. ആ സമയമായാൽ അവര് പോയി കളയും. തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി കയ്യിൽ കിടന്ന് വിട പറയുന്ന നേരത്ത് ഹബീബിന്റെ പേരക്കുട്ടി വിട പറഞ്ഞു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞു. തീർന്നില്ല സഹോദരങ്ങളെ. ആരെങ്കിലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ പോകുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, തീർന്നില്ല. 6 മാസം കഴിഞ്ഞു. ഹബീബ് പള്ളിയിൽ ഇരിക്കുമ്പോൾ ആരോ വന്ന് പറഞ്ഞു, അങ്ങയുടെ മകൾ സൈനബും പോയി. സൈനബ് റളിയല്ലാഹു തആലയുടെ പ്രിയപ്പെട്ട മകളും പോയി. ഓടി വീട്ടിൽ ചെല്ലുമ്പോ വാടി താട വീണ മുല്ലപ്പൂ പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പൊന്നുമോൾ സൈനബ്. ഹബീബ് ഒന്നും മിണ്ടാതെ മയ്യത്തിലേക്ക് നോക്കി നിന്നു. സഹാബത്ത് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമായേനെ. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പൊന്നുമോളുടെ നെറ്റിത്തടത്തിലേക്ക് നോക്കി നിന്നു. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ അൻസാരി സ്ത്രീകളോട് പറഞ്ഞു, എന്റെ സൈനബിനെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൽ കർപ്പൂരമിടണം. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വിവരം പറയണം. അപ്പുറത്ത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ മറയുടെ അപ്പുറത്ത് ജലം ഇങ്ങനെ വീടുന്നത് ഹബീബ് കേട്ടു നിന്നു. അവസാനം അത് അവസാനിച്ചപ്പോൾ അൻസാരി സ്ത്രീകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ശരീരത്തിൽ കിടക്കുന്ന ഒരു വെള്ള ഷാൾ എടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇതെന്റെ സൈനബിന്റെ കഫൻ തുണിയുടെ കൂടെ വെക്കണം. ഖബറിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടാവട്ടെ എന്ന്. തന്റെ പ്രിയപ്പെട്ട മകളെ യാത്രയാക്കുകയാണ് ആ പിതാവ്. ജീവിതത്തിൽ നാം അനുഭവിക്കാത്ത സങ്കടങ്ങൾ ഏതാണ്? നമുക്കറിയാത്ത പരീക്ഷണങ്ങൾ ഏതാണ്? ആ പരീക്ഷണങ്ങൾ മരണമാകാം, അപകടമാകാം, പ്രയാസമാകാം, മാരക രോഗമാവാം. പ്രിയപ്പെട്ട മകളെ പള്ളിക്കാട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ ഹബീബ് കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, എന്റെ പൊന്നുമോൾ സൈനബ് പാവമാണ് റബ്ബേ, അവളെ നീ ഖബറിൽ ശിക്ഷിക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്ന ഒരു രംഗമുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത്, ജീവിതമെന്ന് പറയുന്ന ഈ തീർത്ഥയാത്രകളിൽ പരീക്ഷണങ്ങൾ ഒരു മാലപ്പടക്കം പോലെ മുമ്പിലോട്ട് വരുമ്പോ ഉറ്റവരും പുഴയവരും വിട്ടുപോകാം. മാരകമായ രോഗങ്ങൾ നമ്മളെ പിടികൂടാം. ആ സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിവിധി എന്താണ്? ഇതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായി പടച്ചവൻ തരുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ജീവിതത്തിൽ മനസ്സിന് ഉറക്കമില്ലെങ്കിൽ, പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തെ കെടുത്തുന്നുവെങ്കിൽ, ആ സമയത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഒരു ഒറ്റമൂലിയുണ്ട്. ഏത് പ്രയാസങ്ങളെയും മറികടക്കണം. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅയ്യുനിനാ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറൻ നുജൂം. സൂറത്ത് തൂർ. ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ്. അല്ലാഹു പറയാണ്, പരീക്ഷണങ്ങൾ വരുമ്പോൾ വസ്ബിർ ലിഹുക്മി റബ്ബിക, ഒന്ന് ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് കരുതി ക്ഷമിക്കുക. ഇതെന്റെ റബ്ബാണ്. ലയുസീബുനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, എന്റെ രക്ഷിതാവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ. വസ്ബിർ, അതെല്ലാം അല്ലാഹു എനിക്ക് നൽകുന്നതാണ് എന്ന ഒരു ബോധവും ബോധ്യവും നമുക്കുണ്ടാവുക. രണ്ടാമത് അതുപോലെ തന്നെ അല്ലാഹു പറയുകയാണ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പരിചയമാണ് സദഖ. ആ സദഖ അല്ലാഹുവിന്റെ ഭവനത്തിനാകുമ്പോൾ അത് അത്രമേൽ മഹോത്തരമാണ്. അത് വെള്ളിയാഴ്ചയാണെങ്കിൽ അതിനേക്കാൾ അത്യുത്തമമാണ്. അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും അല്ലാഹു നമുക്ക് മറികടക്കാനുള്ള ഇച്ഛാശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, ഒന്ന്, ഈ വിഷയമൊന്നും ഒരു ജുമാ പ്രഭാഷണത്തിൽ ആറ്റിക്കുറുക്കി പറയുകയാണ്. വസ്ബിർ ലിഹുക്മി റബ്ബിക, എന്ത് വന്നാലും അതെന്റെ റബ്ബ് അറിയാം
അറിയാതെ വരില്ല എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി ക്ഷമിക്കാൻ പഠിക്കുക. രണ്ടാമത്തേത് അടിമേ, നിന്നെ ഞാൻ കാണുന്നുണ്ട്, നിന്റെ പ്രയാസങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, നിന്റെ സങ്കടക്കടലുകൾ ഞാൻ അറിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇതിന് തീർച്ചയായും പരിഹാരമുണ്ടാവും. പക്ഷേ ധൃതി കാണിക്കരുത്. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആവശ്യമുള്ളതെല്ലാം പറയുക. ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. പടച്ചവനോട് പറയണം, ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഞാൻ അന്ധനല്ല, ബദിരനല്ല, പൊട്ടനല്ല. നിന്റെ പ്രയാസങ്ങൾക്ക് ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം തരും. പക്ഷെ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ വെറുതെ തരുമെന്ന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഏറ്റുപിടിക്കുകയും അല്ലാഹു പറയാണ്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഇദ്ബാറൻ നുജൂം. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം. ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ പടച്ചവനോട് തസ്ബീഹ് പറയണം. വമിനൽ ലൈലി ഫസബ്ബിഹുഹു, രാത്രിയിൽ ദിക്ർ ചൊല്ലണം. വഇദ്ബാറൻ നുജൂം, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യണം. രാവിലെയും വൈകുന്നേരവും നീ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. ഉടമയോട് അടിമ ഏറ്റവും അടുത്തിരിക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിലാണ്. ആ സുജൂദുകൾ നിന്റെ ജീവിതത്തിൽ ഹീന തഖൂം, നീ എഴുന്നേൽക്കുന്ന നേരം. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ സമയമാണ് പ്രഭാതം. നാം ഉറക്കത്തിൽ എഴുന്നേൽക്കുന്ന നേരം, സുബഹിന്റെ നേരം. റമളാനിലെ സുബഹി പോലെയാണോ റമളാന് ശേഷമുള്ള നമ്മുടെ സുബഹി? ഏറ്റവും മനോഹരമായ സുബഹി ഈ റമളാന് ശേഷമുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ച. അല്ലാഹുവിടെ പറയുന്ന ഹീന തഖൂം, എഴുന്നേൽക്കുന്ന നേരത്തുള്ള നിന്റെ പ്രഭാത നമസ്കാരം സുബഹി. ആ സുബഹി നമസ്കാരത്തെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സുബഹിയാണ്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കൂ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. ഉറക്കത്തിന്റെ കരിമ്പടത്തിൽ നിന്ന് മാറി എഴുന്നേറ്റ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന നേരം സുബഹിന്റെ ബാങ്ക് മണക്കാട് വലിയ പള്ളിയിൽ മുടങ്ങുന്നു. നിങ്ങൾ എഴുന്നേറ്റ് ഉറക്കത്തോട് വിട പറഞ്ഞ് ഒളു എടുത്തിട്ട് നേരെ പള്ളിയിൽ വരുന്നു. പള്ളിയിൽ വന്ന് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് ഇമാമിന്റെ പുറകിൽ നിന്ന് 2 റക്അത്ത് സുബഹി ഫജ്ർ വെളിവാകുന്നതേയുള്ളൂ. രണ്ടാമത്തെ റക്അത്തിൽ 2 നേരം പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ഇന്നത്തെ രാവിലെ ആദ്യമേ രണ്ടാമത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതുന്നു. എന്താണ് ഓതുന്നത്? അല്ലാഹുവേ, എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുറച്ചു കിടക്കുന്ന നേരത്ത് നിന്റെ മുമ്പിൽ നെറ്റിവെച്ച് ഞാൻ എന്റെ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോവുകയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, നീ സന്മാർഗം നൽകിയവരുടെ കൂട്ടത്തിൽ ഈ സാധുവായ എന്നെയും പെടുത്തേണമേ. വഅഫിനാ ഫീമൻ ആഫൈത്, നീ സുഖവും ആരോഗ്യവും നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും നീ പെടുത്തേണമേ. അല്ലാഹുവേ, വബാരിക് ലനാ ഫീമാ അഅതൈത്, നീ നൽകിയതിലെല്ലാം നിന്റെ ബറക്കത്ത് തരണേ റഹ്മാനെ. എന്റെ ഭാര്യയ്ക്കു വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഞാൻ ഇറങ്ങുന്നു റബ്ബേ. വബാരിക് ലീ ഫീമാ അഅതൈത്, ഇന്നത്തെ ദിവസം നീ എനിക്ക് തരുന്നതിലൊക്കെ നീ ബറക്കത്ത് തരണേ റബ്ബേ. വഖിനാ റബ്ബനാ ശർറ മാ ഖളൈത്, ഇന്നത്തെ ദിവസം എന്റെ വിധികളിൽ എന്തെങ്കിലും എനിക്ക് അഹിതകരമായതുണ്ടെങ്കിൽ നീ എന്നെ കാക്കണേ റഹ്മാനെ. രാവിലത്തെ ദുആയാണ്. വഖിനാ റബ്ബനാ ശർറ മാ ഖളൈത്, ഇന്നത്തെ ദിവസം എന്റെ വിധിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ, വിധിയെ മറികടക്കാൻ ദുആക്ക് കഴിയും.